ഹലോ മൈ ഗൈസ്, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷയ്ക്ക് പോയി ഇറങ്ങുവാണ്. നമ്മളെല്ലാം സെറ്റായിട്ടാണ്, കുളിച്ച് സെറ്റായി റെഡി ആയിരുന്നു. നമ്മൾ ഇന്നലെ നിന്ന ഫ്ലാറ്റിൽ തന്നെയായിരുന്നു, നല്ലൊരു ഫ്ലാറ്റായിരുന്നു. എല്ലാം കൊണ്ടും സെറ്റാണ്. നമ്മളിവിടുന്ന് ഡെസേർട്ടിലോട്ടാണ് പോകുന്നത്. ഡെസേർട്ടിൽ ചെന്നിട്ട് നമ്മളിവിടെ ഡബിള് വരും. ഡബിളിലെ ബി എമ്മും കൊണ്ട് വരും. നമ്മളോട് അവിടെ വെയിറ്റ് ചെയ്യാനാണ് വന്നേക്കുന്നത്. പുള്ളി അപ്പോഴത്തേന് വരും. നമ്മളെന്തായാലും ഇവിടുന്ന് ഇന്ന് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നേരത്തെ ഇവിടുന്ന് ഇറങ്ങാം, അല്ലാതെ ട്രാഫിക്കാണ്. നമ്മളിവിടെ ഇറങ്ങുക. കാരണം പോകുന്ന വഴിക്ക് ഹൈവേ കൂടെ ഇച്ചിരി ട്രാഫിക് കാണും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒന്നുകൂടെ ട്രാഫിക് കാണും, പറയാൻ പറ്റത്തില്ല. ഇന്നലെ നമ്മൾ വണ്ടി കിടന്നെടുത്തു, നമ്മൾ ഇപ്പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിൽ തന്നെ നമ്മൾ കൊണ്ടിട്ടേക്കുന്നത്. ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് കുറച്ചു നേരം ഒന്ന് റണ്ണിങ് ഇട്ടിട്ട് എടുക്കാം. കാരണം ഇന്നലെ തൊട്ട് ഓഫാക്കി എടുക്കില്ല. ഞാൻ എന്നും ഇങ്ങനെ വണ്ടി എടുക്കുമ്പോൾ കുറച്ചു നേരം നമ്മൾ ഓണാക്കി ഇടും. എന്നിട്ടേ ഞാൻ വണ്ടി എടുക്കത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ കുറച്ച് നേരം ഓണാക്കി ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുന്നത്. ഇത് ലെങ്ത് ആക്കണ്ടെന്ന് വെച്ച് അത് കഴിഞ്ഞിട്ടുള്ള നമ്മളങ്ങനെ കുറച്ച് നേരം ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇച്ചിരി അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഹൈവേക്ക് ഇവിടുന്ന് നേരെ ഹൈവേ എന്നാണ്. അതിന് മുമ്പേ നമുക്ക് ഈ പെട്രോൾ അടിക്കണം. നമ്മൾ നേരെ പെട്രോൾ അടിക്കാനുണ്ട്. പറ്റിയില്ല. കാരണം നമ്മൾ ഇന്നലെ താമസിച്ചായിരുന്നു. അപ്പം നമ്മൾ നേരെ പെട്രോൾ അടിക്കാനാണ് പോയത്. പെട്രോൾ ഇവിടുന്ന് ഇച്ചിരി മേവിലോട്ട് പോയാലാണ് പെട്രോൾ. തൊട്ടപ്പുറത്തും ഉണ്ട് ഒരു പമ്പ്. പക്ഷെ അവന് അത്ര മൈലേജ് ഇല്ല. ഒന്നാതെ വണ്ടിക്ക് മൈലേജ് ഇല്ല. തൊട്ട് മണ്ടയ്ക്കായ ഒരു പമ്പുണ്ട്. അവിടെ പോയി പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് നേരെ പെട്രോൾ അടിക്കുക, ഹൈവേ ചെല്ലുക. ഹൈവേന്ന് ഡബിള് വരും. ഒന്നുകൂടെ പോയി. എനിക്ക് അത്ര വഴി കൃത്യമായിട്ട് അറിയത്തില്ല. അവൻ നമ്മളൊരു കൂട്ടുകാരനാണ്. അവനെ വിളിച്ചത്. അവൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകും. ഇവിടുന്ന് നേരെ പോകുമ്പോൾ കണ്ടോ, നേരെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇച്ചിരി പോകുമ്പോൾ പമ്പുള്ളത്. ഇവിടുന്ന് നേരെ നമുക്ക് പോകേണ്ടത്. പക്ഷേ പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പെട്രോൾ പമ്പ് എടുത്തിട്ട് ബാക്കി കാണിക്കുന്നത്. സോ നമ്മളങ്ങനെ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കയറി ഫുൾ അടിക്കേണ്ടി പോവുക. മുമ്പേ കാണിച്ച് ആ തോളുള്ള വഴി കൂടെ നമ്മൾ നേരെ പോവുക. ഇന്നെന്തായാലും ഇവിടെ ഒന്നും തിരക്ക് കാണുന്നില്ല. ഹൈവേ ചെല്ലുമ്പോഴായിരിക്കും തിരക്ക്, അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴായിരിക്കും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവാം. ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഹൈവേ ചെന്നിട്ട് പറ്റുവാണെങ്കിൽ അവിടെ നിന്ന് അടിക്കാം. അല്ലേ അറിയത്തില്ല. ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴത്തേന് എത്ര എന്ന് മാത്രം കാണും. നമ്മളങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളോട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഫുൾ ടാങ്ക് അടിക്കാൻ. എന്തായാലും വണ്ടി നീറ്റ് ക്ലീനാണ്. നമ്മൾ ഇന്നലെ കഴിവുണ്ട് നീറ്റായിട്ട് എടുക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നേരെ ഇവിടുന്ന് പെട്രോൾ അടിച്ച് മുമ്പേ കാണിച്ച് ആ ടോളിൻ്റെ വഴി പോവുക. 2000 years later. ഞാൻ അങ്ങനെ ഹൈവേ എത്തിയിട്ടുണ്ട്. ഹൈവേ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു. അതാ ഞാൻ വീഡിയോ എടുക്കാനേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇച്ചിരി സ്പീഡിലാകുന്ന. കാരണം അവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റേതായ ഒരു നമ്മളെ ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഡബിളിനെ വിളിച്ചിട്ടുണ്ട്. ഡബിള് വരാനാണ് വന്നേക്കുന്നത്. നമ്മളങ്ങോട്ട് ചെല്ലിട്ട് ഞാൻ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാണിക്കാം. ഇന്ന് ഇച്ചിരി പാടുണ്ട്. കാരണം അപ്പുറത്ത് ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ പാർക്കിങ്ങിൻ്റെ അവിടെ കിടപ്പുണ്ട്. ഡബിള് കൊണ്ട് അങ്ങോട്ട് പോയി നമ്മൾ വിളിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. പക്ഷെ അവൻ നേരെ പോയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. അവനിപ്പോൾ ഇങ്ങോട്ട് വരും. എന്തോ അവൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അവൻ്റെ ബി എമ്മും കൊണ്ടായിരുന്നേ. നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. അവന് വഴി അറിയില്ല. ഞാൻ അവൻ്റെ പുറകെ പോവാണ്. നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൊണ്ട് പോയിട്ടുണ്ട്. അവൻ തൊണ്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാൻ അവൻ്റെ ബൈക്കിലാണ് പോകുന്നത്. എനിക്ക് കാരണം വഴി അത്ര അറിയത്തില്ല. വഴി അറിയാം. നേരെ അവൻ്റെ പുറകെ പോവാണ്. ഞാൻ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഇനി കാണിക്കാവേ. കാരണം ഒറ്റയ്ക്കായിട്ട് വീഡിയോ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ടുള്ള ബാക്കി വീഡിയോ കാണിക്കാവേ. സ്വദേശം നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് വണ്ടികളേ ഉള്ളൂ. സിവിക് ഉണ്ട്, BM ഉണ്ട്, പിന്നെ 3 വണ്ടിയുണ്ട്. 2 ബെൻസ് അപ്പുറത്തേണ്ട്. മറ്റപ്പുറത്തെ വണ്ടി ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ആക്ച്വലി ഒരു ബ്രദറിൻ്റെ 2 ബ്രദേഴ്സിൻ്റെ അവിടെയാണ്. ഇപ്പുറത്ത് കാറ് ശരിയാക്കുന്ന മെക്കാനിക്കലായിട്ടുള്ളതും അപ്പുറത്തെ ഒരു പമ്പുമാണ്. കൂടുതലും കാറിനെക്കാട്ടി കൂടുതലുള്ളത് ബൈക്കുകളാണ്. പിന്നെ ഇരിപ്പുണ്ട് ഒരു 10-15 എണ്ണം. തൊട്ടപ്പുറത്ത് കൊണ്ട് കുറച്ച് പേര്. നമുക്ക് ട്രാഫിക് ആയിട്ട് ഇച്ചിരി താമസിച്ചിട്ടുണ്ട്. അവരെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ കയറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. നമ്മളോട് ഷോ നടന്നിരുന്നത്. അവരിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നത് ഷോ ആണ്. ഈ കിടക്കുന്ന റേഞ്ച് റോഡ് ഇവിടെ തന്നെയാണ്. അങ്ങനെ ബാക്കിയെല്ലാം നമ്മൾ വിളിച്ചിട്ട് വന്നവരൊക്കെയാണ്. അവരെല്ലാം അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി താമസിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തും കുറച്ച് വണ്ടി കഴിഞ്ഞാൽ അതുകൂടെ കാണിക്കാം. ഇവിടുന്ന് അപ്പുറത്ത് തന്നെ അപ്പുറത്തും കുറച്ച് ആറ് ഇരിപ്പുണ്ട്. അവിടെ ഒരു ഹോണ്ടയുടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതിൻ്റെ പേരെന്തോന്ന് ഞാൻ മറന്നുപോയി. ഹോണ്ടയുടെയാ പേര് ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ല ഇത് ബ്രദറിൻ്റെ അവിടെയാണ്. ഇത് അവരുടെ അനിയൻ്റെ അവിടെയാണ്. അപ്പുറത്താണ് ചേട്ടൻ്റെ. അപ്പുറത്തെ മെക്കാനിക്കും ഇപ്പുറത്ത് പമ്പുമാണ്. ഇവിടെ 3 കാറ് കിടപ്പുണ്ട്. അപ്പുറത്ത് കിടക്കുന്ന ഹോണ്ടയുടെ ഈ കാറ് മാത്രമാണ് നമ്മളെ ഷോയ്ക്ക് വിളിച്ചിട്ട് വന്നത്. ബാക്കിയെല്ലാം ഇവരുടെ തന്നെ കാറാണ്.
ചേട്ടനാനിയൻ്റെയൊക്കെ വണ്ടികളാണ്. എപ്പോഴത്തെ ഇറങ്ങുന്ന ഈ ലോറി ഇവിടെ പമ്പിലേക്ക് വരുന്ന പെട്രോൾ ഡീസൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. എന്നാൽ അത് ലോഡ് ഇറക്കാൻ തോന്നുന്നു. ലോഡ് ഇറക്കാൻ ഇതാ ഞാൻ പറഞ്ഞ കാരണം ഈ വണ്ടി അങ്ങനെ കൊള്ളാം, പക്ഷേ വീല് സ്റ്റോക്കാന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം സെറ്റ്. വണ്ടി കാണാൻ നൈസ് ലുക്കാണ്, പക്ഷേ വീല് സ്റ്റോക്കാണ്. എനിക്ക് ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും, എനിക്ക് ഉറപ്പില്ല. എനിക്ക് തോന്നുന്നു ചോദിക്കുമെന്ന വണ്ടിയാണ്, അറിയത്തില്ലോ, ഒരു ഉറപ്പില്ല. ഞാൻ ചോദിച്ചിട്ട് എന്തായാലും നിങ്ങളോട് പറയാം. നമ്മൾ നേരെ അപ്പുറത്തോട്ട് പോവാണ്. കാരണം ഇവിടെ ഇപ്പം അവർ ഉൾക്കാടം തീരാറായി. അതാ പിന്നെ നമ്മൾ അകത്തോട്ട് കയറാൻ തീരാറായി. ഇപ്പം അവരപ്പുറത്തോട്ട് വരും, നമുക്ക് എന്തായാലും അപ്പുറത്ത് പോവാം. ഈ കാര്യം പറഞ്ഞില്ല, ഇതെല്ലാം അവരുടെ വണ്ടി തന്നെ, ഈ 3 വണ്ടിയും. ഈ ലോറി ഈ റോഡ് ഇറക്കണമെന്ന് തോന്നുന്നു. ഇനി വണ്ടി കുറേ ഉണ്ട്. നമ്മൾ അപ്പുറത്തോട്ട് പോവാണ്. അവർ ഉൾക്കാടനം കഴിഞ്ഞ് വന്നാൽ എവിടെ ഇപ്പം നമ്മളെ വിളിച്ചു വരണം. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. ആദ്യമേ ബി എം എടുക്കും, അത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി എടുക്കും. പറ്റുമെങ്കിൽ അവനോട് എടുക്കാൻ പറയാം. കാരണം വീഡിയോ എടുത്തതിന് ആയ്മ അവനോട് ചോദിച്ചായിരുന്നു. എന്തോ നാണക്കേട് വരെ. എന്താ എനിക്കും ആയ്മ അതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം മാറി വരുന്നുണ്ട്. ഇപ്പം അവനവിടെ നിൽപ്പുണ്ട്. ഞാൻ അവനോട് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുക്കാം. ഇപ്പം എന്തായാലും വണ്ടി എടുക്കാം. അവരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും വണ്ടി എടുക്കാൻ പോവാണ്. ഇപ്പം അവരുടെ ഇറങ്ങും. അതിന് മുമ്പേ ഒന്ന് അവർ വരുന്നതിന് മുമ്പേ, ക്രൗഡ് ആവുന്നതിന് മുമ്പേ നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഇടുക. അല്ലേ പിന്നെ ബുദ്ധിമുട്ടായി വണ്ടി എടുക്കാനൊക്കെ. നമ്മളെ ഇറക്കാനുള്ള കിടപ്പുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോൾ എടുത്തിടും ഇപ്പത്തോട്ട്. ഇവിടോട്ടും അല്ലേ ഇടാം. ഞാനോട് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ എടുത്ത് ഇവിടോട്ട് എടുക്കണം. അവൻ വരുന്നുണ്ട്. അവനവിടെ മറുപടിക്ക് ക്യാമറ കാണുമ്പോൾ എന്തോ നടക്കരുതായി. നാളെ വരും. ഇപ്പം ഇങ്ങോട്ട് സ്ലോ മോഷനിൽ നടക്കും. ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കഴിഞ്ഞ് സ്ലോ മോഷനിൽ പോയാൽ നടക്കുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ വണ്ടി കയറും. വണ്ടി എന്നിട്ട് എടുത്തിട്ട് അങ്ങോട്ടൊരു കാണിക്കാം നിങ്ങളെ. ഓക്കെ, അവനങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. അവനിപ്പോൾ അങ്ങനെ വണ്ടി ഇപ്പോൾ അങ്ങോട്ട് എടുത്തിട്ട് പൊട്ടിക്കും. നമുക്കത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വണ്ടി എടുക്കുന്നത്. ഇവരെ ഈ ബാക്കി വണ്ടികളുള്ള ആൾക്കാർ വരുന്നേ ഉള്ളൂ. അവിടുന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ജീവൻ നല്ലോണം ചൂട് തരണം. നല്ലോണം ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ നല്ലോണം ഫയർ വരുന്നുണ്ട്. നല്ലോണം വർക്കെടുത്ത വണ്ടി സൈഡിൽ ചെറിയൊരു ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട് മാഷ്മെൻ്റോടെ. അപ്പോഴത്തെ എന്തോ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് അതിന് വരുന്നെടുക്കട്ടെ നല്ലോണം തീരുന്നതാണ്. അത് ഈ സൈഡിലുണ്ട് മാഷ്മെൻ്റോടെ ഒരു ഗ്രാഫിക്സ്. അവിടെ തന്നെ BMW അടിച്ചിട്ടുണ്ട്. ഊട്ടിൽ അവനെങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഉണ്ട് ഫ്രണ്ട് ബോണത്തിൽ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തും മാഷ്മെൻ്റോടെ തന്നെ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇതാവുന്ന ഫയർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി എടുക്കാനായിരിക്കും. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വണ്ടി വേണമെന്ന് എടുക്കാൻ. കാരണം ഞാൻ ക്യാമറ എടുക്കണം. ഞാൻ പറഞ്ഞില്ല അവനെ ക്യാമറ പിടിക്കാനൊരു അവൻ വരുന്നുണ്ട്. അപ്പം നമ്മളെ വണ്ടി ഇപ്പം അവൻ്റെ വണ്ടി കയറ്റി തിരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ വണ്ടി അവൻ അവനോട് എടുക്കാൻ പറ്റും. കാരണം വീഡിയോ എടുക്കുമ്പോൾ അവനിപ്പോൾ വണ്ടി എടുത്തിട്ട് അവൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിപ്പം വണ്ടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൻ്റെ വണ്ടിയും കൂടെ എടുത്തിട്ടാണ്. കാരണം ആ ഒരു ഫ്രെയിം കിട്ടാൻ വേണ്ടി ഞാൻ വിചാരിച്ചു അവൻ്റെ എടുത്തിട്ടാണ്. അവൻ്റെ നമ്മളെടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടും ഒരു ഫ്രെയിമിൽ കിടക്കുമ്പോൾ ഒരു ഭംഗി വീഡിയോ എടുക്കുമല്ലേ. അപ്പം ഒരു ഭംഗിക്ക് രണ്ടും എടുത്ത് ഞാൻ അപ്പുറത്തിട്ടുണ്ട്. അവനവിടെ ആക്സിഡൻറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. കട്ടപ്പത്തി അടിക്കുന്നുണ്ട്. നൈസ് കാണാം. നല്ലൊരു ഷോ ആയിരുന്നു. പക്ഷെ അധികം കാറുകളൊന്നും ഇല്ല. എന്തോ എല്ലാവരും കൂടുതൽ ബൈക്കുകളാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ റൈഡേഴ്സ് തന്നെ ആയിരിക്കും. അപ്പുറത്തും കുറേ ബൈക്കുകൾ ഇരിപ്പുണ്ട്. എന്തായാലും നമ്മളെ ഷോ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അവൻ നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുള്ളൂ. ചിലപ്പോൾ നാളെ പോകാമായിരിക്കും. കാരണം ഇനി ഇന്ന് ഇവിടെ ആയി കിടക്കുക. എന്നിട്ട് പോവാം. നമ്മളങ്ങനെ ഷോ കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ടായിട്ടുണ്ട്. നമ്മൾ കഴിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ക്രൗഡ് വന്നപ്പം എനിക്ക് അവൻ്റെ വണ്ടി കയറി, ഞാൻ എൻ്റെ വണ്ടി കയറി. ഇവരെല്ലാവരും വണ്ടി എടുത്ത് സെറ്റാക്കി നമ്മൾ ഷോ എങ്ങനെ കളറാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഡെവലിൻ്റെ വീട്ടിൽ പോയിട്ട് നാളെ ഞാൻ പോകത്തുള്ളൂ. കാരണം വൈകിട്ടായി. ഇനി ഇപ്പം അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പോവാം. ഞാനവിടെ കയറിപ്പോയിക്കുള്ള മാനോടാണ്. എനിക്ക് വഴി അത്ര ഇതായിട്ടില്ല. അവൻ ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അവൻ്റെ വീട് കൂടെ എടുത്ത് തന്നെ ഹൈവേ തന്നെ. അപ്പം നേരെ അങ്ങോട്ട് പോയാൽ നമ്മൾ നമുക്ക് നാളെ ഒരു ഷോ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം വേറൊരു കാര്യം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നടക്കുവാണെങ്കിൽ നിങ്ങളോട് പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.